നിങ്ങളുടെ പീരീഡ്സ് റെഗുലർ അല്ലേ? വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടോ? മൂഡ് സ്വിങ്സ് ഉണ്ടോ? വയറിന് ചുറ്റും ഫാറ്റ് വന്ന് വെയിറ്റ് കൂടുന്നുണ്ടോ? ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതിന് കാരണം പെരിമെനോപോസ് എന്ന അവസ്ഥയാണ്. ഞാൻ ഡോക്ടർ ഷിബി പി വർഗീസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എന്താണ് പെരിമെനോപോസ്, അതിനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ശ്രദ്ധിക്കണം. സാധാരണയായി പെരിമെനോപോസ് എന്നത് ഒരു അസുഖമാണ് എന്ന് ചില ആളുകൾക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ പെരിമെനോപോസ് എന്നത് നമ്മുടെ സാധാരണ സ്ത്രീകളുടെ ജീവിതത്തിലുള്ള ഒരവസ്ഥ മാത്രമാണ്. അതായത് ആർത്തവം ഉണ്ടാകുന്നു, ആർത്തവത്തിന് ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥ, ആർത്തവം ഉണ്ടാകുന്നു, ആർത്തവ കാലഘട്ടം, കുറെ കഴിഞ്ഞതിന് ശേഷം ഗർഭകാലഘട്ടം, അതിനുശേഷം ആർത്തവം നിലയ്ക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിന് ആർത്തവ വിരാമം അഥവാ മെനോപോസ് എന്നാണ് പറയുന്നത്. ഈ ആർത്തവ വിരാമത്തിന് തൊട്ടു മുന്നേയുള്ള ഒരവസ്ഥയാണ് പെരിമെനോപോസ് എന്ന് പറയുന്നത്. അത് തീർത്തും ഒരു അസുഖമല്ല, മറിച്ച് എല്ലാ സ്ത്രീകളും കടന്നു പോകുന്ന ഒരു ജീവിത അവസ്ഥ മാത്രമാണ്. സാധാരണയായി ഈ പെരിമെനോപോസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഏകദേശം 34-നും 44 വയസ്സിനും ഇടയ്ക്കാണ്. ഈ ഒരു കാലഘട്ടത്തിലൂടെ ഒരു സ്ത്രീ കടന്നു പോകുന്നത്. ഒരു 22-നും 34-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ഫെർട്ടൈൽ ആയിരിക്കുന്നത്, അതായത് ഗർഭത്തിന് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ കാലഘട്ടം എന്ന് പറയുന്നത്. 34 വയസ്സിന് ശേഷം സ്ത്രീയുടെ ശരീരത്തിൽ അണ്ഡോൽപാദനം കുറച്ച് കുറയുകയും ഹോർമോണുകളുടെ ഉൽപാദനവും അതോടൊപ്പം കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ എത്തുമ്പോഴാണ് പെരിമെനോപോസ് അഥവാ ആർത്തവം നിലയ്ക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു കാലഘട്ടത്തിലേക്ക് ഒരു സ്ത്രീ പ്രവേശിക്കുന്നത്. അത് തീർത്തും നോർമൽ ആയിട്ടുള്ള, തികച്ചും നോർമൽ ആയിട്ടുള്ള, നമ്മളെല്ലാ സ്ത്രീകളും കടന്നു പോകുന്ന ഒരു കാലഘട്ടം മാത്രമാണ്. ഈ ഒരു സമയത്ത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ ചില ലക്ഷണങ്ങൾ അവരുടെ ശരീരത്തിൽ കണ്ടെന്നു വരാം. ശാരീരിക ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിലപ്പോൾ ശരീരത്തിൽ ഭയങ്കരമായിട്ട് ചൂട് പോലെ തോന്നുന്നു, സന്ധികൾക്കൊക്കെ വേദന ഉണ്ടാകുന്നു, അതേപോലെ തന്നെ മെൻസസ് ആർത്തവത്തിന് ക്രമം തെറ്റുന്നു. ചില സമയത്ത് കൃത്യമായ ആർത്തവം വന്നുകൊണ്ടിരുന്ന ആളുകളാണെങ്കിൽ കൂടി ആർത്തവത്തിന് ഇടവേളകൾ വരുന്നു, അല്ലെങ്കിൽ വരുന്ന ആർത്തവം തന്നെ കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്നു, 2, 3, 4 മാസമൊക്കെ ആർത്തവം സ്കിപ്പായി പോകുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും. അതോടൊപ്പം തന്നെ അവരുടെ ശരീരത്തില് വെയിറ്റ് വയ്ക്കുന്നു, ചെറുതായിട്ട് കുടവയർ പോലെ ഉണ്ടാകുന്നു, വയറിൽ കുറച്ച് ഫാറ്റ് വരുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് ലൈംഗിക താല്പര്യങ്ങളൊക്കെ ചിലപ്പോൾ കുറഞ്ഞു വരുന്ന ഒരവസ്ഥയിലേക്ക് വരാം. അതോടൊപ്പം തന്നെ അവരുടെ വജൈനയിൽ വരൾച്ച അഥവാ ഡ്രൈനസ് പോലെ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാവും. മാനസികമായിട്ടുള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ്, വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്നു, അതോടൊപ്പം തന്നെ ഉറക്കം കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്കൊക്കെ, സ്ട്രെസ് പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വരാം. വൈകാരികമായിട്ടുള്ള സംഭവം പറയുകയാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് സെക്ഷൽ താല്പര്യങ്ങൾ കുറയുന്നു എന്നുള്ളതൊക്കെ ഒരു വൈകാരിക കാലഘട്ടത്തിലെ ഒരു കാര്യമായിട്ട് നമുക്ക് സൂചിപ്പിക്കാം. അപ്പോൾ ഇത്തരത്തിൽ മെൻസസ് നിൽക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ അവർ കടന്നു പോകുന്ന വളരെ സാധാരണമായ ഒരു അവസ്ഥ മാത്രമാണ് ഈ പെരിമെനോപോസ് എന്ന് പറയുന്നത്. ചില സ്ത്രീകൾ ഇതെന്തോ അസുഖമാണെന്ന് തെറ്റിദ്ധരിച്ച് അതിന് വളരെയധികം ഈ മറ്റ് ഡോക്ടർമാരെ കാണുകയും അത് വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുകയും ചെയ്യാറുണ്ട്. ഇത് തീർത്തും ഒരു അസുഖമല്ല. പക്ഷേ ചില കാലഘട്ടങ്ങളിൽ നമുക്കിത് ചില ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു പെരിമെനോപോസ് കാലഘട്ടത്തിൽ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കാലഘട്ടം ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. പെരിമെനോപോസ് എന്ന് പറയുന്ന മെൻസസ് ആയ എല്ലാ സ്ത്രീകളും ഈ പെരിമെനോപോസിലൂടെയും മെനോപോസിലൂടെയും കടന്നു പോകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിലെ ഒരു കാലഘട്ടമാണ്. അത് മറ്റു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല. അത് ഒരു പക്ഷേ കുറച്ചും കൂടി മെൻസസ് ഇല്ലാതായി കഴിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയാലും അത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രമാണെന്ന് അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മറ്റ് നമ്മുടെ ഡയറ്റിൽ, നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഭക്ഷണശീലങ്ങൾ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ, അതുപോലെ തന്നെ കുറച്ച് വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ, ഇലക്കറികൾ, ഇല പച്ചക്കറികൾ, അയൺ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ, ഇവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ, മുട്ട, നട്ട്സ്, പാല്, ഇവയെല്ലാം നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ എക്സർസൈസുകൾ,
നമുക്കറിയാം ഒരു കാലഘട്ടം കഴിഞ്ഞ് പ്രത്യേകിച്ച് 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളൊക്കെ ആണെങ്കിൽ എക്സർസൈസുകൾ അവരുടെ ശരീരത്തിൽ വളരെ അത്യാവശ്യമാണ്. അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും അവർ നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നടക്കുക, അല്ലെങ്കിൽ ജിമ്മിൽ പോയി എക്സർസൈസ് ചെയ്യാം, യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇവയെല്ലാം അവരുടെ ശരീരത്തിൽ വളരെ നല്ല രീതിയിലുള്ള, അല്ലെങ്കിൽ മെഡിറ്റേഷൻ, ഇപ്പൊ അവർക്ക് കുറച്ച് പെട്ടെന്ന് ദേഷ്യം വരുന്നു, അല്ലെങ്കിൽ ഡിപ്രഷൻ, സ്ട്രെസ് പോലുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ആവശ്യമെങ്കിൽ മാത്രം ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവരുടെ ശരീരത്തിൽ ഇത്തരത്തിൽ വജൈനൽ ഡ്രൈനസോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുന്നത് നല്ലതായിരിക്കും. എങ്കിൽ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഡോക്ടറെ ചില സമയത്ത് കാണേണ്ട ഒരു ലക്ഷണങ്ങളുണ്ട്. അതായത് ചിലപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഹെവി ബ്ലീഡിങ് ഉണ്ടാകുന്നു. ഒരു പക്ഷെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹെവി ബ്ലീഡിങ് ഉണ്ടാവുകയോ അത്തരത്തിലുള്ള സിവിയർ ആയിട്ടുള്ള ഡിപ്രഷൻ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്ത് അവർ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സ്ക്രീനിങ് ആയിട്ടൊരു ലാബ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് വൈറ്റമിൻ ഡി പരിശോധന. ഇപ്പൊ എല്ലാ ആളുകളും ചെയ്യുന്നതാണ്. വൈറ്റമിൻ ഡി പരിശോധന ചെയ്യണം, ഹീമോഗ്ലോബിൻ പരിശോധിക്കണം, ബ്ലഡ് ഷുഗർ ലെവൽ പരിശോധിക്കണം. അതോടൊപ്പം തന്നെ അവരുടെ ബ്രസ്റ്റ് ആൻഡ് സെർവൈക്കൽ സ്ക്രീനിങ്, ബ്രസ്റ്റിലെ മറ്റെന്തെങ്കിലും അസുഖങ്ങളോ ചെറിയ മുഴകളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് സെൽഫ് എക്സാമിനേഷൻ ചെയ്യുന്നത് കൂടാതെ തന്നെ ഒരു സ്ക്രീനിങ്ങിന് വേണ്ടി പോയിട്ട് ഡോക്ടറെ കണ്ട്, ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അത് സ്ക്രീനിങ് ചെയ്യിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സർവൈക്കൽ സ്ക്രീനിങ്, ഇപ്പൊ സർവൈക്കൽ ക്യാൻസർ ഒക്കെ വളരെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു സർവൈക്കൽ സ്ക്രീനിങ് കൂടി ആ ഒരു സമയത്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പലപ്പോഴും ഈ ഒരു 35 വയസ്സ് 40 വയസ്സൊക്കെ ആകുമ്പോഴേക്കും സ്ത്രീകൾ വിചാരിക്കും അവരുടെ ഒരു നോർമൽ ലൈഫ് ഏതാണ്ട് കഴിഞ്ഞു പോയിരിക്കുകയാണ്, അതുകൊണ്ട് വളരെ ഡിപ്രഷനാണ് എന്ന് വിചാരിക്കുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു ശൈശവം, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ് യഥാർത്ഥത്തിൽ പെരിമെനോപോസോടുകൂടി ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തെ നമ്മൾ അംഗീകരിക്കുകയും അതിനെ സ്നേഹിക്കുകയും അതിനെ മനസ്സിലാക്കുകയും ആ ഒരു സമയത്ത് വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് ആവശ്യമെങ്കിൽ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുകയും ഈ ഒരു ജീവിത ശൈലിയിൽ നമുക്ക് വരുത്തുന്ന മാറ്റത്തിലൂടെ പെരിമെനോപോസിനെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് നേരിടാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു സ്ത്രീ ആയിരിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ജീവിതത്തിൽ സന്തോഷമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.